എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. വി ലേൺ ദ എൻറ്റയർ ബൈബിൾ. 5 മണിക്കൂർ കൊണ്ട് മുഴുവൻ ബൈബിളും അതിൻ്റെ ബേസിക്സ് നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് തൻ്റെ അഭിഷക്തന്മാരെ ഉപയോഗിച്ചു. വരുന്ന ആഴ്ചകളിൽ വി ആർ ഗോയിങ് ടു ലേൺ ഫ്രം ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. 5 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം മുഴുവൻ അതിൻ്റെ ബേസിക്സ് നാം പഠിക്കാൻ പോവുകയാണ്. ഈ 5 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ വളരെ ആഴത്തിൽ പഠിപ്പിക്കുമെന്നല്ല പറയുന്നത്. ബേസിക്സ് അറിയാത്തവർക്ക് അതിൻ്റെ ഒരു ഐഡിയ ഡെപ്തിൽ തന്നെ നൽകുവാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അഭിഷക്തൻ ഇവിടേക്ക് കടന്നു വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പഴയ നിയമം കൂടിയ ഒരുപാട് പേർ, ഏകദേശം അന്ന് ലൈവിൽ 20,000-ലധികം പേരാണ് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തത്. അപ്പോൾ പുതിയ നിയമത്തിൽ ഐ എം എക്സ്പെക്റ്റിംഗ് മോർ ദാൻ ഇതിൻ്റെ 10 ഇരട്ടി ആൾക്കാരെ ഞാൻ എക്സ്പെക്റ്റും ചെയ്യുകയാണ്. സോ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം രക്തമാണ്. രക്തം. വിശുദ്ധ വേദപുസ്തകത്തിൽ രക്തത്തെപ്പറ്റി ഒരുപാട് തവണ പരാമർശിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഓൾ ക്യാൻ ഹിയർ. പുറകിലിരിക്കുന്നവർക്കും കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. താങ്ക് യു കൊയർ ഫോർ ദ വണ്ടർഫുൾ സോങ്. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുതിയതായി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ വോളണ്ടിയേഴ്സുമായി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. 1 കൊരിന്ത്യർ 5:7 വായിച്ചാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി കളവി. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. നമുക്കൊരുമിച്ച് പറയാം, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. Christ, our Passover lamb, has been sacrificed for us. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം. 3 സാക്ഷികളാണുള്ളത്, ആത്മാവ്, ജലം, രക്തം. ഇവ 3 ഒരേ സാക്ഷ്യം നൽകുന്നു. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന 3 ഉണ്ട്. 1 ആത്മാവ്, 2 ജലം, 3 രക്തം. ആത്മാവ്, ജലം, രക്തം. എന്താണ് ഈ ആത്മാവ്? ആത്മാവ് പരിശുദ്ധാത്മാവിനെ ചൂണ്ടി കാണിക്കുന്നു. എന്താണ് ഈ ജലം? ജലം ദൈവവചനത്തിനെ കാണിക്കുകയാണ്. രക്തം, അതിനെപ്പറ്റിയാണ് നാം ഇന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ പോകുന്നത്. For the three that testify, the spirit, water and blood. ആത്മാവ്, ജലം, രക്തം. എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മാവ്, ജലം, രക്തം. ഈ ഭൂമിയിൽ ശക്തിയേറിയ 3 ഘടകങ്ങളെയാണ് തിരുവെഴുത്ത്, വിശുദ്ധ വേദപുസ്തകം കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ്. 1 പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധ ആത്മാവാണ്. 2 വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ബൈബിൾ. ദൈവവചനം
വെള്ളത്തെ കാണിക്കുന്നു. വെള്ളം ദൈവവചനം വെള്ളം. ഇതാണ് ബൈബിളിൽ ഈ ദൈവവചനത്തെ പറ്റി നമുക്ക് തന്നിരിക്കുന്ന വൺ ഓഫ് ദ വേർഡ്, വെള്ളം. ഇപ്പം വചനം നമ്മളെ കഴുകും. ദ വേർഡ് ഓഫ് ഗോഡ് ക്ലെൻസസ് us. ദ വേർഡ് ഓഫ് ഗോഡ് ഇൻടോക്സിഫൈ us. അത് നമ്മളെ ശുദ്ധീകരിക്കും, പ്യൂരിഫൈസ് us, ആൻഡ് ദ വാട്ടർ ഗിവ്സ് us strength. ദൈവവചനം നമുക്ക് ശക്തി നൽകും. സോ 3 രക്തം, ബ്ലഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ 3 ശക്തിയേറിയ ആയുധങ്ങളുണ്ട്. 1 പരിശുദ്ധാത്മാവ്, 2 വചനം, 3 രക്തം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വി ഹാവ് ലേൺഡ് അബൌട്ട് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പറ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ദൈവവചനത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. ഇന്ന് 3ാമത്തെ സബ്ജക്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. ശക്തിയേറിയ ആയുധങ്ങളിൽ 3ാമത്തെ ആയുധം ആയ, സാക്ഷ്യം പറയുന്ന ഘടകം ആയ രക്തം. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ ബേസിക്കലി ഇന്ന് ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുവാനും താല്പര്യപ്പെടുകയാണ്. എൻ്റെ മുമ്പിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. നമുക്ക് ഇതിന് ശേഷം വീണ്ടും നമ്മുടെ സർവീസുകൾ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. So this evening we are going to discover the power of the blood, or in other way we can say what the blood of Jesus can do to us. നിങ്ങളിൽ പലരും എഴുതിയെടുക്കുന്നത് കാണുന്നു. യു ക്യാൻ ടേക്ക് നോട്ട്സ്. ഇറ്റ്സ് ഗുഡ് ടു ടേക്ക് നോട്ട്സ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്, തിരുവഴുത്തുകളിൽ നിന്ന് പഠിക്കുമ്പോൾ എഴുതുന്നത് നല്ലതാണ്. പ്രസംഗം കേൾക്കാൻ രസമാണ്, ക്ലാസ്സുകൾ കേൾക്കാൻ രസമാണ്. പക്ഷേ വൺസ് വി ലീവ് ദ റൂം, ഈ മുറി നാം വിട്ട് കഴിയുമ്പോൾ, നമ്മൾ ഈ സാങ്ച്വറി വിട്ട് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അതുമാത്രമല്ല, ഈ പ്രസംഗങ്ങൾ, ഇവിടെ കേൾക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളിടത്ത് പോയി പ്രസംഗിക്കുവാൻ കഴിയും എഴുതിയെടുത്താൽ. സോ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം ഈ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുക, ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. ഇത് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക. സോ 3 ശക്തിയേറിയ ആയുധങ്ങൾ ഒരിക്കൽ കൂടി: ആത്മാവ്, ജലം, രക്തം. ഏതുറക്കത്തിൽ ആര് ചോദിച്ചാലും ഈ ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന 3 പവർഫുൾ ആയുധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പറയണം. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ടുഡേയ്സ് സബ്ജക്റ്റ്. രക്തം. ഇരുട്ടിൻ്റെ ശക്തിക്കെതിരെ സർവശക്തനായ ദൈവത്തിൻ്റെ അവസാനത്തെ ആയുധം ആയിരുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം. How many of you got it? ഇരുട്ടിൻ്റെ ശക്തിക്കെതിരെ സർവശക്തനായ ദൈവത്തിൻ്റെ അവസാനത്തെ ആയുധമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. God's last weapon against the dark force is the blood of Jesus Christ. പഴയ നിയമത്തിൽ ദൈവം ഈ രക്തത്തിൻ്റെ ശക്തിയെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. Every time whenever I preach, I say for every New Testament principle there is an OT picture. നമ്മൾ പുതിയ നിയമത്തിലെ ഏത് കാര്യത്തിനും പഴയ നിയമത്തിൽ നമുക്കൊരു ചിത്രം ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഐ ഹോപ്പ് ഇത് ലൈവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൈവ് അല്ലേ? യെസ്. സോ പുറപ്പാട് പുസ്തകം 12:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി നിങ്ങൾക്ക് വായിക്കാം. ഐ ഹോപ്പ് സ്ക്രീനിലും അത് ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കർത്താവ് ഈജിപ്തിൽ വച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു: ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ: ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം.
ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ടു ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈയിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളിയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. എപ്പോഴൊക്കെ ഈ രക്തമുയർത്തി കാണിക്കുന്നോ, പഴയ നിയമത്തിൽ എപ്പോഴൊക്കെ ഈ രക്തമുയർത്തി കാണിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണ് ചുമന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ രാത്രിയിൽ അവർ കുഞ്ഞാടിനെ അറുത്തു തിന്നപ്പോൾ ശത്രുവിൻ്റെ തലയെ ദൈവം തകർത്തു. ആ രാത്രിയിൽ അവർ ഒരാടിനെ, കുഞ്ഞാടിനെ അറുത്ത് തിന്നപ്പോൾ ശത്രുവിൻ്റെ തലയെ ദൈവം തകർത്തു. ദൈവം യഹൂദരോട് ഈ ആടിനെ അറുത്ത് തിന്നുവാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുവാൻ പറഞ്ഞപ്പോൾ 430 വർഷം, 1 വർഷമല്ല, 10 വർഷമല്ല, 50 വർഷമല്ല, ഒരു പുരുഷായുസല്ല, 2 തലമുറയല്ല, 3 തലമുറയല്ല, 4 തലമുറകളിൽ, 5 തലമുറകളിൽ കൂടുതലായി 430 വർഷം അടിമത്വത്തിൽ ആയിരുന്ന ജനം. നിങ്ങൾ മനസ്സിലാക്കണം, 5 തലമുറകളായി അടിമകളായി ഭരിച്ച് അവരെ അടിമകളാക്കി വാഴിച്ച ശക്തിയിൽ നിന്ന് ഒരു മൃഗങ്ങളുടെ രക്തം, കതകിൽ ഒരു കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേക്കുവാൻ പറഞ്ഞപ്പോൾ 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. അപ്പൊ ഈ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ഒരു ദൈവിക വെളിപ്പാടൂടെ തരാം. വെറും കുഞ്ഞാടിൻ്റെ രക്തം, മൃഗത്തിൻ്റെ രക്തം ദൈവം തൻ്റെ ജനത്തോട് അറക്കുവാനും കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടുവാനും പറഞ്ഞപ്പോൾ ദൈവം ഒരു മൃഗത്തിൻ്റെ രക്തം ഇങ്ങനെ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷിച്ചെങ്കിൽ
ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് ചിന്തിച്ച്, പുതിയ നിയമത്തിൽ എനിക്കു വേണ്ടിയും നിനക്കു വേണ്ടിയും സർവശക്തനായ ദൈവം ചൊരിഞ്ഞത് ഒരാടിൻ്റെ രക്തമല്ല, ഒരു മൃഗത്തിൻ്റെ രക്തമല്ല, സാക്ഷാൽ തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ ക്രൂശിൽ ബലി കഴിച്ച് തൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്കൂറ്റി തന്ന സർവശക്തിമാനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കേവലം ഒരു ആടിൻ്റെ രക്തത്തിന് 430 വർഷത്തെ പാരമ്പര്യ ശക്തിയെ പൊളിച്ചടക്കുവാൻ കഴിയുമെങ്കിൽ ഇന്നു പകൽക്കാലം ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ പുതിയ നിയമത്തിലെ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് 430 വർഷത്തെയല്ല, നാളുകളായി, വർഷങ്ങളായി, തലമുറകളായി നിങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അറുത്തുമാറ്റുവാൻ ശക്തിയുള്ള ആയുധമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ രക്തം, ഈ രക്തത്തെ നാം ഒരിക്കലും വില കുറച്ച് കാണരുത്. യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങി തൻ്റെ സ്വന്തം രക്തം ഒഴുക്കിയപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എപ്പോഴൊക്കെ ഈ രക്തം ഉയർത്തി കാണിച്ചിട്ടുണ്ടോ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പിടിച്ചു നിർത്താനാകാത്ത മറുപടികൾ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. ആർക്കും തടയാനാകാത്ത അൺലിമിറ്റഡ് റിസൾട്ട്സ്, ഇതുവരെയും ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത ചങ്ങലകളെ പൊട്ടിക്കുവാൻ ഈ രക്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗോൽഗോഥായിൽ ഹോരേബ് പർവ്വതത്തെ അബ്രഹാം തൻ്റെ കുഞ്ഞിനെ യാഗമാക്കുവാൻ പോയ അതേ മലയിൽ ഇതാ യേശു ക്രിസ്തുവിനെ കൊണ്ടുപോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലാം. അപ്പോൾ എന്നോടൊക്കെ പണ്ട് ആൾക്കാർ ചോദിക്കും, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ് എനിക്ക് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുന്നത്. 100% കറക്റ്റ്, 100% സത്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപം മാത്രം ക്ഷമിക്കുകയല്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അവർ കുത്തി, രക്തം ചീറ്റി, അവസാനം വെള്ളം, അവസാന തുള്ളി രക്തമൊഴുകിക്കഴിഞ്ഞ് അവസാനത്തെ വെള്ളവും ശരീരത്തിൽ നിന്ന് പോവുകയാണ്. അപ്പൊ യേശുവിൻ്റെ രക്തം ഈ ഭൂമിയിൽ പതിച്ചപ്പോൾ, യേശുവിൻ്റെ രക്തം ഈ മണ്ണിൽ വീണപ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് യേശു? മണ്ണിനെയും വിണ്ണിനെയും സൃഷ്ടിച്ച സർവശക്തിമാനായ ദൈവം. ആരാണ് യേശു? ഒരു വാക്കുകൊണ്ട് സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം. യേശുക്രിസ്തു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം ഈ ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ, മനസ്സിലാക്കണം, സൃഷ്ടാവിൻ്റെ രക്തം സൃഷ്ടിയിലേക്ക് പതിച്ചപ്പോൾ
ആദ്യം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ മന്ദിരത്തിൽ നാളുകളായി വെച്ചിരുന്ന തിരശീല കീറിപ്പോവുകയാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സാധാരണ നമ്മുടെ നാട്ടിലെ തിരശീലകൾ, കർട്ടനുകൾ നമ്മൾ കീറുന്നത് താഴേന്ന് മേളോട്ടാണ്, അല്ലേ? കർട്ടൻ താഴേന്ന് മേളോട്ടാണ്, മേളിൽ നിന്ന് താഴോട്ട് ആരും കീറാറില്ല. പക്ഷെ ഇവിടെ വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം ഈ ഭൂമിയിൽ പതിച്ചപ്പോൾ മന്ദിരത്തിന്റെ തിരശീല മേൽത്തൊട്ട് അടിയോളം കീറിപ്പോയെന്നാ പറയുന്നത്. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തം ഭൂമിയിൽ പതിച്ചപ്പോൾ പരിപാടി തുടങ്ങിയത്, അത്ഭുതം സംഭവിച്ചു തുടങ്ങിയത് എവിടെയാണ്? മന്ദിരത്തിലാണ്, ദേവാലയത്തിലാണ്. കേൾക്കണം, ദേവാലയത്തിൽ ആ മുന്നിലേക്ക് കാണുവാൻ കഴിയാതെ വണ്ണം തിരശീല ഇട്ട് പുരോഹിതന്മാർക്ക് മാത്രം പോകുവാൻ കഴിയുന്ന ആ ഏരിയ, അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾക്ക് കാണുവാൻ കഴിയാത്ത ആ ഏരിയ, പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ, ഇവരൊക്കെ വിശുദ്ധി ഉള്ള മനുഷ്യരാണ്. സാധാരണക്കാർക്ക് ഇത് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നോണം, ബാക്കിയുള്ള ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. ആ ഒരു പോളിസി ദൈവം എടുത്തു മാറ്റി മന്ദിരത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയോളം കീറുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു വചന വെളിപ്പാടുകളുണ്ട്. എങ്ങനെയാണ്? തടസ്സങ്ങൾ മുകളിൽ നിന്ന് ആരംഭിച്ച് താഴേക്കാണ് വ്യാപരിക്കുന്നത്. പക്ഷെ യേശുവിന്റെ രക്തം ആ തടസ്സങ്ങളെ താഴേന്ന് മുകളിലോട്ടല്ല തുടച്ചു മാറ്റിയത്, ആ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ തുടച്ച് മാറ്റിയിരിക്കുകയാണ്. ദൈവം ആ മുകളിൽ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അലിഗോറിക്കലായി നമുക്ക് പറയുകയാണെങ്കിൽ, സാധാരണ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ ലോക്കൽ സെക്രട്ടറിയെ കാണും, പിന്നെ ഡിസ്ട്രിക്റ്റിനെ കാണും, പിന്നെ നമ്മുടെ മേഖല ആളെ കാണും, പിന്നെ നമ്മൾ സ്റ്റേറ്റിൻ്റെ ആളെ കാണും. അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സൃഷ്ടാവിൻ്റെ രക്തം ഭൂമിയിൽ പതിച്ചപ്പോൾ മന്ദിരത്തിൻ്റെ തിരശീല, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ച് കീറുകയാണ്. അവിടെയാണ് ഞാൻ ശത്രുവിൻ്റെ സിംഹാസനത്തെ തകർക്കും, ആ മേളിൽ നിന്ന് തന്നെ ഒടിച്ചു മാറ്റും. പിന്നെ മുകളിനെ തകർത്ത് കഴിഞ്ഞാൽ, ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെയൊന്നും ശക്തിയില്ല. മുകളിൽ നിന്ന് താഴേക്ക് സകല പ്രശ്നങ്ങളെയും തുടച്ചു മാറ്റുകയാണ്. ഞാൻ അലിഗോറിക്കലായി സംസാരിക്കുകയാണ്, എന്നെ വിമർശിക്കരുത്. ഇതാണ് സംഭവിച്ചത്. യേശുക്രിസ്തുവിന്റെ രക്തം, സൃഷ്ടാവിന്റെ രക്തം സൃഷ്ടിയിലേക്ക് പതിച്ചപ്പോൾ ഒന്നാമത് സംഭവിച്ചത് മന്ദിരത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി പോവുകയാണ്. നിന്നെ തിരശീലയ്ക്കപ്പുറം കാണിക്കുകയില്ല എന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ലോകത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം വീണ് കഴിഞ്ഞാൽ ആ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി മാറി നിനക്ക് ഭാവി കാണിച്ചു തരുന്നൊരു ദൈവമാണ്. നിന്റെ ഭാവിക്ക് വിരോധമായി കർട്ടൻ ഇട്ടുകൊണ്ട് ഏതെല്ലാം ഉലകത്തിൻ്റെ ശക്തികൾ പോരാടുവാൻ ശ്രമിച്ചാലും, നിനക്ക് ആ കർട്ടനപ്പുറം കാണുവാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാലും, ആത്മാവിൽ ദൈവാത്മാവ് നമ്മളെ വചനത്തിൽ കൂടി ഓർപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ രക്തം നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളതാണ്. മുകളിൽ നിന്ന് വ്യാപരിക്കുന്ന പ്രശ്നങ്ങളെ മുകളിൽ തന്നെ വലിച്ച് കീറി, അതിനെ രണ്ടായിട്ട് കീറി ആ തിരശീല മാറ്റി നിങ്ങൾക്ക് അടുത്ത ഫ്യൂച്ചർ എന്താണെന്ന്, അല്ലെങ്കിൽ ആ തിരശീലയ്ക്ക് അപ്പുറം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തിരശീലയ്ക്കപ്പുറം കാണുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തിരശീലയ്ക്കപ്പുറം കാണുവാൻ കഴിയും. നിങ്ങളുടെ ഭാവിയെ കാണുവാൻ കഴിയും. നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള നന്മകളെ കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് അതിന് ചെയ്യുവാൻ കഴിയും. 2, ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം വീണപ്പോൾ, സൃഷ്ടാവിൻ്റെ രക്തം സൃഷ്ടിയിലേക്ക് വീണപ്പോൾ, സൃഷ്ടിയായ ഭൂമിക്ക് അത് പിടിക്കുവാനുള്ള ആംബിയറില്ലായിരുന്നു. When the earth receives the creator's blood, it couldn't handle it. ഭൂമിക്ക് പിടിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? സൃഷ്ടിക്ക് സൃഷ്ടാവിൻ്റെ രക്തത്തെ ഉൾക്കൊള്ളുവാനുള്ള ആംബിയറില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം നിന്റെ ജീവിതത്തിൽ വീഴുമ്പോൾ ശത്രുവിന് നിൽക്കുവാൻ കഴിയത്തില്ല, അവന് പോയേ പറ്റൂ. ഇവിടെ എന്തോ സംഭവിച്ചു? സൃഷ്ടാവിൻ്റെ രക്തം സൃഷ്ടിയിലേക്ക് പതിച്ചപ്പോൾ നാളുകളായി കുലുങ്ങാതെ നിന്ന ഭൂമി
കുലുങ്ങിപ്പോവുകയാണ്, ഭൂമി കുലുങ്ങുകയാണ്. വീണ്ടും ഇതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ നടത്തണമെന്ന് ചോദിച്ചാൽ, നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ കുലുങ്ങാതെ നിൽക്കുന്ന വിഷയങ്ങൾ, 21 ദിവസം ഉപവസിച്ചു, 40 ദിവസം ഉപവസിച്ചു, പള്ളിയിൽ വിവിധ തവണകൾ വന്ന് പ്രാർത്ഥിച്ചു, അനേക ദൈവദാസന്മാർ വന്ന് കൈതൊട്ടു, അനേക പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു, ഒരു രക്ഷയുമില്ലെന്ന് പറയുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് കുലുങ്ങാത്തതിനെ കുലുക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ കുലുങ്ങാത്ത മേഖലയുണ്ടോ? ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, എൻ്റെ ദൈവം അതിനെ കുലുക്കുക തന്നെ ചെയ്യും. ഒന്ന്, മന്ദിരത്തിൽ നാളുകളായി ഇട്ട തിരശീലയ്ക്കപ്പുറം കാണുവാൻ കഴിയാതെ വണ്ണം, തിരശീലയ്ക്കപ്പുറം അറിയാതെ വണ്ണം വിചാരിച്ചിരുന്ന ജനത്തിനെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി ജനം വിടുതൽ പ്രാപിക്കുകയാണ്. രണ്ടാമത്, നാളുകളായി ഭൂമി കുലുങ്ങാതെ നിൽക്കുകയാണ്. കുലുക്കാൻ ശ്രമിച്ചിട്ടും കുലുങ്ങാത്തത് യേശുവിൻ്റെ രക്തം താഴെ വീഴുമ്പോൾ കുലുങ്ങുകയാണ്. മൂന്നാമത് എന്താണ് വായിക്കുന്നത്? പാറകൾ പിളർക്കുകയാണ്. സൃഷ്ടാവിൻ്റെ രക്തം സൃഷ്ടിയിലേക്ക് പതിക്കുമ്പോൾ എത്ര വലിയ പാറയാണെങ്കിലും പിളരാത്ത പാറകൾ പിളരും, പൊട്ടാത്ത പാറകൾ പൊട്ടും. ശത്രുവിൻ്റെ പാളയത്തിൽ നീ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കുവാൻ തയ്യാറാകുമ്പോൾ ഞാൻ പറയട്ടെ, ഇതിൻ്റെ വ്യാഖ്യാനം പറയട്ടെ, പിളരാത്തതെന്തെങ്കിലും പാറയ്ക്ക് സമാനമായി നിന്റെ ജീവിതത്തിൽ ഇന്നുണ്ട് എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതെ, പിളരാത്ത പാറകൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിന്റെ ജീവിതത്തിൽ പിളരുക തന്നെ ചെയ്യും. ഒന്ന്, മന്ദിരത്തിൻ്റെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി. 2, ഭൂമി കുലുങ്ങി. 3, പാറ പിളർന്നു. 4-മത് വായിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം, സൃഷ്ടാവിൻ്റെ രക്തം ഈ സൃഷ്ടിയിലേക്ക് വീണപ്പോൾ 4-മത് സംഭവിച്ചത് കല്ലറകൾ തുറന്നു. സൃഷ്ടാവിൻ്റെ രക്തം സൃഷ്ടിയിലേക്ക് വീണപ്പോൾ, രക്തം ഭൂമിയിൽ മുട്ടിയപ്പോൾ, അതായത് ജീവദാതാവിൻ്റെ രക്തം ഈ ഭൂമിയിലേക്ക് മുട്ടിയപ്പോൾ എന്തു സംഭവിച്ചു? ഈ ഭൂമിയിൽ കല്ലറയ്ക്കകത്ത് ചത്ത് കിടക്കുന്നത് ഈ രക്തത്തിൻ്റെ ജീവൻ കാരണം കല്ലറയെ പൊട്ടിച്ച് പുറത്തു വന്നു. എന്നിട്ട് വിശുദ്ധന്മാരുടെ ശരീരം പലതും ഉയർത്തെഴുന്നേറ്റു. എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? നീ വിശുദ്ധനായിരിക്കുമ്പോൾ തന്നെ നിന്നെ അടക്കിയ സമാനമായ അവസ്ഥയിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിശുദ്ധരായിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിൽ നിന്നെ 4 ഭിത്തിക്കുള്ളിൽ ഒതുക്കി സീല് ചെയ്ത് പുറത്തുവിടാതെ നിന്നെ കല്ലറയ്ക്ക് സമാനമായി ഇരുത്തുവാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? 4693 ജാതികളുണ്ട് ഭാരതത്തിൽ. പക്ഷേ ഭാരതത്തിൽ സുവിശേഷം എത്തിയിട്ടുണ്ടോ? പക്ഷേ എല്ലായിടത്തും എത്തിയിട്ടില്ലെന്ന്. 4 ഭിത്തിക്കുള്ളിൽ സുവിശേഷത്തെ ബന്ധിച്ച് വെക്കുവാൻ ലോകത്തിൻ്റെ ശക്തികൾ ശ്രമിക്കുമ്പോൾ, സൃഷ്ടാവിൻ്റെ രക്തം സൃഷ്ടിയിലേക്ക് പതിഞ്ഞപ്പോൾ 4 ഭിത്തിക്കുള്ളിൽ ഒതുക്കി വച്ച മൃതശരീരങ്ങൾ ജീവൻ പ്രാപിച്ച് പുറത്തെഴുന്നേറ്റു വന്നു എന്നാണ് വായിക്കുന്നത്. എനിക്ക് നിങ്ങളോട് വചനപ്രകാരം പറയണമെന്നുണ്ട്. കല്ലറയ്ക്ക് സമാനമായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ തലമുറ 4 ഭിത്തിക്കുള്ളിൽ ഒതുക്കപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ഭവനം അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ, അന്തരീക്ഷം ഒരു കല്ലറ പോലെ ഇരിക്കുകയാണോ? പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം നാറ്റം വമിച്ചിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിങ്ങളുടെ കല്ലറകളെ പൊട്ടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. 53-ാം വാക്യം, ഉയർപ്പിന് ശേഷം അവരെന്തോ ചെയ്തു? അവർ കല്ലറയെ പൊട്ടിച്ചു, പുറത്തു വന്നു. ഉയർപ്പിന് ശേഷം
അവർ ചെയ്തത്, അവർ ഓരോ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്യുക. എന്താണ്? ഞാൻ ഇന്ന വ്യക്തി, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ കല്ലറയിൽ കിടന്നതായിരുന്നു, പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളുടെ ആ ഏരിയയിലേക്ക് വന്നു. ഞാൻ ഹല്ലേലൂയ പുറത്തു വന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിന്റെ ഭവനത്തിൽ വന്നാൽ നിന്നെ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ഈ സാക്ഷ്യം നീ അനേകരുടെ അടുക്കൽ ചെന്ന് പറയുവാൻ പോവുകയാണ്. ലേവ്യ പുസ്തകം 17 അധ്യായം മുഴുവൻ വായിക്കാൻ സമയമില്ല, നമ്മുടെ സമയം തീർന്നിരിക്കുന്നു. ഐ ഹാവ് ടു സ്റ്റോപ്പ് ഇൻ അനദർ 5 to 10 minutes. ലേവ്യ പുസ്തകം 17 അധ്യായം. ജീവൻ രക്തത്തിലാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവൻ എവിടെയാണ്? രക്തത്തിലാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നാഷണൽ ജിയോഗ്രഫിക്കകത്ത് ഒരു പ്രാവശ്യം ഒരു ഡോക്യുമെൻ്ററി കാണുകയാണ്. പൊള്ളലേറ്റ ശരീരങ്ങൾ 60% കൂടുതൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആ ശരീരം തിരിച്ച് വരുത്തില്ല എന്നാണ് പറയുന്നത്. തിരിച്ചു വരത്തില്ല, ഇറ്റ്സ് ഡെഡ്, മരണപ്പെടുന്ന അവസ്ഥയിലാണെന്നാണ് വൈദ്യശാസ്ത്രങ്ങൾ. ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന്. അതെ, 60% കൂടുതലായാൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു ബ്രിങ് ഹിം ബാക്ക് ടു ദ ലൈഫ്. അപ്പോൾ നാഷണൽ ജിയോഗ്രഫിക്കിൽ ഒരു പ്രത്യേക നാട്ടു ചികിത്സയാണ്. അവർ ഈ ശരീരം മുഴുവൻ നിർജീവമായ ശരീരങ്ങൾ, സെൽസ്, കോശങ്ങൾ, ഇവയെല്ലാം ബേൺ ആയ ശരീരങ്ങൾ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് ചോദിച്ചാൽ, കാട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയി അവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിൽ അവരുടെ ടേബിളെ കിടത്തിയിട്ട് ഈ ശരീരം പൊള്ളലേറ്റ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇവർ കറുത്തട്ടയുണ്ടല്ലോ, രക്തം കുടിക്കുന്ന കറുത്തട്ട, അതിന് കറുത്തട്ട എന്നല്ലേ പറയുന്നത്? യെസ്, കറുത്തട്ട. ആ കറുത്തട്ട, രക്തം കുടിക്കുന്ന കറുത്തട്ടയെ ഈ ശരീരത്തിലേക്ക് വിടുകയാണ്. ഈ ശരീരത്തിലേക്ക് വിട്ടിട്ട് ഈ ശരീരത്തിലേക്ക് ചെന്ന് ഈ അട്ട രക്തം കുടിച്ച് ഈ ശരീരം മുഴുവൻ അങ്ങ് ബ്ലഡ് ആകുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ബ്ലഡ് ആകുകയാണ്. ഇവർ പറയുന്നത് ഈ ബ്ലഡ് ഈ ഫ്ലഷിലേക്ക് വ്യാപരിക്കുമ്പോൾ ഈ പഴയ ഫ്ലഷുകൾ, ചത്ത ഫ്ലഷുകൾ ജീവൻ പ്രാപിക്കുമെന്നാണ് അവർ. യു ക്യാൻ ഗോ ആൻഡ് സെർച്ച് ഇൻ നാഷണൽ ജിയോഗ്രഫി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. ഇത് ജീവൻ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ലിച്ചിയുടെ ഒരു ആ കറുത്തട്ടയുടെ രക്തത്തിന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം ആ പൊള്ളലേറ്റ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇടുമ്പോൾ അവൻ്റെ ആ ചത്ത സെല്ലുകൾ മാറി ജീവൻ വെക്കുവാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, മരിച്ച പാപത്തിൽ കിടന്ന നമ്മളെ, വീണ്ടും മൃതാവസ്ഥയിൽ കിടന്ന നമ്മളെ, കല്ലറയ്ക്കുള്ളിൽ കിടന്ന നമ്മളെ ഉയർപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതെന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ തിരുവത്താഴം എടുക്കുമ്പോൾ നാം യേശുവിൻ്റെ ജീവിതത്തെ ഓർക്കുകയാണ്, യേശുവിൻ്റെ കാൽവറി മരണത്തെ ഓർക്കുകയാണ്, യേശുവിൻ്റെ ശരീരത്തിൽ നൂറി വന്ന രക്തത്തെ ഓർക്കുകയാണ്. നിങ്ങൾ ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് വാങ്ങി ഭക്ഷിക്കുകയും, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ ഓർമ്മയാണെന്ന് പറഞ്ഞാണ് നമ്മൾ നമ്മുടെ ഈ തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നത്. രക്തം രക്ഷ മാത്രമല്ല തരുന്നത്, അത് നിത്യജീവൻ മാത്രമല്ല തരുന്നത്, രക്തം ഒരു ആയുധമാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ അല്പസമയത്തിനുള്ളിൽ പഠിപ്പിച്ചത്. നമ്മൾ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ സെക്കരിയ 9:9 നീതിമാനും ജയശാലിയുമായ രാജാവ് കഴുതപ്പുറത്ത്. യെസ് പ്രിയപ്പെട്ടവരെ, അന്നൊക്കെ രാജാക്കന്മാർ വരുന്നത് കഴുതപ്പുറത്തല്ല, കുതിരപ്പുറത്താണ് വന്നുകൊണ്ടിരുന്നത്. കുതിരപ്പുറത്ത് വന്നാൽ എന്താണ് എൻ്റെ അർത്ഥം എന്നറിയാമോ? യുദ്ധം പ്രഖ്യാപിച്ചു വരികയാണ്. പക്ഷേ ഇവിടെ നീതിമാനും ജയശാലിയുമായ രാജാവ് കഴുതപ്പുറത്ത് വരികയാണ്. എന്താണ് കഴുത? ഡോങ്കിയുടെ അർത്ഥം, കഴുതയുടെ അർത്ഥം എന്താണ്? സമാധാനം. അദ്ദേഹം ഇതാ വലിയ ജയഘോഷത്തോടെ കഴുതപ്പുറത്ത് കടന്നു വരികയാണ്. എന്നിട്ട് ഇത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് സമാധാനം കൽപ്പിച്ചിരിക്കുന്നു. ഇതൊരു പിക്ചറാണ്. എന്താണെന്നറിയാം? കർത്താവ് കഴുതപ്പുറത്ത് വരുന്നു.
കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, എന്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പും കർത്താവ് സയൻസ് കാണിക്കും. അവൻ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് അത് അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കുന്ന ദൈവമാണ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കുന്ന ദൈവമാണ്. എന്നിട്ട് സക്കറിയ 9:11 നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. ഇവിടെ ബദ്ധന്മാർ ഇവിടെ കിടക്കുന്നത്, നിന്റെ ബദ്ധന്മാർ ഇവിടെ കിടക്കുന്നത് വെള്ളമില്ലാത്ത കുഴിയിൽ കിടക്കുകയാണ്. ആരുടെ ബദ്ധന്മാർ? ദൈവത്തിന്റെ ബദ്ധന്മാർ. ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിടുവിക്കും. ദൈവഭക്തന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിടുവിക്കും. എങ്ങനെ വിടുവിക്കും? അടുത്ത വാക്യം ഇങ്ങനെയാണ്, നിയമരക്തം ഹേതുവായി വിടുവിക്കും. നിയമരക്തം ഹേതുവായി വിടുവിക്കും. കേൾക്കണം, നിയമരക്തം ഹേതുവായി ഒരു തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരും. നിയമരക്തം ഹേതുവായി ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ജനത്തെ വിടുവിക്കും. നിയമരക്തം ഹേതുവായി തൻ്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും ദൈവം വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് രക്തത്തിൻ്റെ ശക്തി. നിയമരക്തത്താൽ നമുക്ക് ജയമുണ്ട്. നിയമരക്തത്താൽ നമുക്ക് ആത്മീയമായ ജയമുണ്ട്. നിയമരക്തത്താൽ നമുക്ക് മാനസികമായ ജയമുണ്ട്. നിയമരക്തത്താൽ നമുക്ക് ആത്മീയമായ ജയമുണ്ട്. നിയമരക്തത്താൽ നമുക്ക് സാമ്പത്തികമായ ജയവുമുണ്ട്. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ദൈവത്തിന്റെ അവസാനത്തെ ആയുധം, ഇരുട്ടിന്റെ ശക്തിക്കെതിരെ, ശത്രുവിനെതിരെ, സാത്താന്യ സാമ്രാജ്യത്തിനെതിരെ, ലോകത്തിന്റെ ശക്തിക്കെതിരെ സർവശക്തനായ ദൈവത്തിന്റെ അവസാനത്തെ ആയുധം രക്തമായിരുന്നു. ഞാൻ പറയട്ടെ, നിന്നെ ഇനി ലോകത്തിൽ ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ കഴിയത്തില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇന്നലെ ഉണ്ടായിരുന്ന പ്രശ്നം ഇനിയും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം ദൈവം തന്നിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തം. അതുകൊണ്ട് ഈ ബൈബിൾ ക്ലാസ്സിൽ ഇരുന്ന് എന്നെ കേൾക്കുന്ന ദൈവജനങ്ങൾ ആ വാ തുറന്ന് പറയണം, എൻ്റെ ഇന്നലെ വരെയുള്ള പ്രതിസന്ധികൾ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ട്. എന്നെ ഇനി കല്ലറയ്ക്കകത്തിരുത്തുവാൻ കഴിയത്തില്ല, പാറയ്ക്ക് സമാനമായി ഇരിക്കുവാൻ കഴിയത്തില്ല, കുലുങ്ങാതെ ഇരിക്കുവാൻ കഴിയത്തില്ല. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ പുറത്തു വന്നിരിക്കുന്നു. ആ ഒരു പ്രഖ്യാപനം ദൈവസഭയും ദൈവജനങ്ങളും നടത്തുക തന്നെ ചെയ്യണം. സക്കറിയ പ്രവാചകന്റെ 9:12 വായിക്കുന്ന, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, നിന്റെ പ്രത്യാശയാണ് നീ ദൈവവൈതലാണെന്ന്. ഹല്ലേലൂയ. നിന്റെ പ്രത്യാശയിലാണ് നീ ദൈവവൈതലാണെന്ന് മനസ്സിലാകുന്നത്. ഇന്ന് പകൽക്കാലം പ്രത്യാശയുള്ള ബദ്ധന്മാരെ, പ്രത്യാശയുണ്ടെങ്കിൽ നീ ബദ്ധനായിരിക്കുകയാണെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കോട്ടയിലേക്ക് മടങ്ങി വരിക. എന്താണ് കോട്ട? യേശു ക്രിസ്തു. എന്താണ് കോട്ട? വചനം. എന്താണ് കോട്ട? യേശുവിൻ്റെ രക്തം. ഈ ക്ലാസ്സിൽ അവസാനമായി ഞാൻ പറയട്ടെ, കർത്താവ് പറഞ്ഞൊരു മടങ്ങി വരവ് നമുക്ക് ആവശ്യം, ഒരു റീകണക്ഷൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ജനത്തോട് നിന്റെ പ്രശ്നം പറഞ്ഞാൽ നിന്റെ സമയം പാഴായി പോവുക തന്നെ ചെയ്യും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ ആൾക്കാരോട് പ്രശ്നം പറഞ്ഞാൽ 80% പേരും കേൾക്കും. എന്തിനാണെന്നറിയാമോ? അവർക്ക് ഭയങ്കര സന്തോഷമാണ് നിനക്ക് പ്രശ്നമാണെന്നുള്ളത്. 20% പേർക്ക് നീ രക്ഷപ്പെടുവോ രക്ഷപ്പെടാതിരിക്കുമോ ഐ ഡോണ്ട് കെയർ ആണ്. പക്ഷേ ഇന്ന് പകൽക്കാലം നിനക്ക് ഈ ബദ്ധമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു മടങ്ങി വരണമെങ്കിൽ നീ മനുഷ്യരോട് നിന്റെ കാര്യം പറയണ്ട, ലോകത്തിലെ പ്രഭുക്കന്മാരോട് കാര്യം പറയണ്ട, ബന്ധുക്കളോട് പറയണ്ട, ചാർച്ചക്കാരോട് പറയണ്ട. പറയുന്നത് റീകണക്ട് വിത്ത് ജീസസ്. യേശുവുമായി നീ ഒന്ന് റീകണക്ട് ചെയ്യ്. റീകണക്ട് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനവുമായി നീ ഒന്ന് റീകണക്ട് ചെയ്യ്. നിയമരക്തം ഹേതുവായി നിനക്ക് സകലതും സാധിക്കാൻ പോവുകയാണ്. നിയമരക്തം ഹേതുവായി ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ നിയമരക്തം നിമിത്തം എൻ്റെ ദൈവം ഇരട്ടിയായി നിനക്ക് അനുഗ്രഹം നൽകാൻ പോവുകയാണ്. സാത്താൻ മോഷ്ടിച്ചതെല്ലാം, അതാണ് വെട്ടിക്കിളി, തുള്ളൻ, പച്ചപ്പുഴു, വിട്ടിൽ, ഇവ തിന്ന് കളഞ്ഞ നിന്റെ സംവത്സരത്തെ നിയമരക്തം ഹേതുവായി നിനക്ക് ദൈവം ഇരട്ടിയായി നൽകുകയാണ്.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇഗ്നോറൻസ് ആണ്. ഇഗ്നോറൻസ്. നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ദൈവം ഒരു കാര്യം ഉറപ്പാക്കും, നിന്റെ ജീവിതത്തിൽ നീ ഇഗ്നോർ ചെയ്ത് കാണും. ഒരു പക്ഷേ ശത്രു തടഞ്ഞു, നീ വിട്ട് കളഞ്ഞു കാണും. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ ക്ലാസ്സിൽ, ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ പറയട്ടെ, ശത്രു നിന്റെ ജീവിതത്തിൽ തടഞ്ഞതെല്ലാം ദൈവം നിനക്ക് ഇരട്ടി മടക്കി നൽകാൻ പോവുകയാണ്. ഇതാണ് യേശു നിന്നിൽ വന്നാലുള്ള പ്രയോജനങ്ങൾ. ക്രിസ്തുവിലുള്ള പുതിയ നിയമവിശ്വാസിയെ ദൈവം നിനക്ക് വേണ്ടി ഇരട്ടി മറുപടി നൽകും.